തിരുത്തി ബ്രേക്കിംഗ്. നമ്മൾ ഈ വാർത്താ പ്രഭാതം ആരംഭിക്കുന്നത് തന്നെ ഐശ്വര്യമായിട്ടൊരു ബ്രേക്കിങ്ങിലൂടെ ആയിരിക്കും. എന്താണ് ബ്രേക്കിംഗ്? റോഷിപാലാണ് പതിവ് പോലെ നമ്മളുടെ വാർത്താ പ്രഭാതത്തിന്റെ ഐശ്വര്യമായ ഒരു ബ്രേക്കിംഗുമായി റോഷിപാൽ പ്രേക്ഷകർക്കൊപ്പം ചേരുന്നു. റോഷി, വെരി ഗുഡ് മോർണിംഗ്. തിരുവനന്തപുരത്ത് അങ്ങനെ മഴയുടെ സാധ്യതയൊന്നുമില്ലല്ലോ? വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. തിരുവനന്തപുരത്ത് മഴയില്ല, തെളിഞ്ഞ കാലാവസ്ഥ എന്ന് പറയാനും പറ്റില്ല, മൂടിക്കെട്ടിയ അവസ്ഥയുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ബ്രേക്കിംഗിലേക്ക് എത്തിയാൽ എന്താണാവോ ഇന്നത്തെ ബ്രേക്കിംഗ്? ഡോക്ടർ അരുൺകുമാർ, ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ കേരളം ചർച്ച ചെയ്യുന്ന, നമ്മൾ ഏറ്റവും പ്രാധാന്യത്തോടെ ഒപ്പം നിന്ന് പൊരുതുന്ന ഒരു വിഷയത്തിലാണ്. അതായത് നടി ആക്രമിക്കപ്പെട്ട സംഭവം തന്നെ 2017 ഫെബ്രുവരി 17 കൊച്ചിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവം, അതിന്റെ ഒരു തുടർ വാർത്തയാണ്. ഒന്ന്, കോടതിയിൽ ഇന്നലെ അന്തിമവാദത്തിന് തുടക്കമായി. അതിന് തൊട്ടു പിന്നാലെ തന്നെ ഏറ്റവും നിർണായകമായ ഒരു നീക്കം ഈ ആക്രമിക്കപ്പെട്ട നടി അതിജീവിത നടത്തിയിരിക്കുന്നു എന്നതാണ്. അതും ഒരു ചരിത്ര പ്രധാനമായ എന്ന് പറയേണ്ടി വരും. സാധാരണ ഈ തരത്തിൽ പീഡന കേസുകളിൽ ഒരിക്കലും അതിജീവിതമാർ നടത്താത്ത ഒരു നീക്കമാണ്. ഈ കോടതി, അടച്ചിട്ട കോടതിയിലാണ് ഈ പീഡന കേസുകളുടെ വാദം നടക്കുന്നത് നമുക്കറിയാം. പക്ഷേ ഇനി അങ്ങോട്ട് ഈ കോടതിയുടെ അന്തിമവാദം നടത്തേണ്ടത് തുറന്ന കോടതിയിലാണെന്ന ഒരു ചരിത്രപരമായ ഒരു ആവശ്യം അത് കോടതിക്കകത്തേക്ക് ഉന്നയിച്ചിരിക്കുന്നു. ഹർജി നൽകിയിരിക്കുകയാണ് അതിജീവിത. ഇനി തന്റെ ഈ കേസിന്റെ വാദം, താൻ ക്രൂരമായി ആക്രമിക്കപ്പെട്ട ഈ കേസിന്റെ വാദം അത് തുറന്ന കോടതിയിൽ നടത്തണം. ഇനി അടച്ചിട്ട കോടതിയിൽ അത് നടത്തേണ്ടതില്ല. ആ കോടതിയിൽ എന്താണ് നടക്കുന്നതെന്ന് പൊതുസമൂഹം അറിയട്ടെ എന്ന നിലപാട് അതിജീവിത എടുക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്, 2021 ബാലചന്ദ്രകുമാർ എന്ന സംവിധായകന്റെ വെളിപ്പെടുത്തലിന് തൊട്ടു പിന്നാലെ അടച്ചിട്ട മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി താൻ ഇരയല്ല അതിജീവിതയാണെന്ന് സമൂഹത്തോട് ഉറക്കെ വിളിച്ചു പറഞ്ഞ ആ നടി വീണ്ടും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കം നടത്തിയിരിക്കുന്നു. ഇനി താൻ ആക്രമിക്കപ്പെട്ട, താൻ പീഡിപ്പിക്കപ്പെട്ട ഈ കേസിൽ തുറന്ന കോടതിയിൽ വാദം നടക്കണം. അതിന്റെ പ്രധാനപ്പെട്ട ചില കാരണങ്ങളുണ്ട്. കാരണം ഈ കോടതിയിൽ വാദം നടക്കുമ്പോൾ നേരത്തെ 2 പബ്ലിക് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാർ രാജിവെച്ചു പോയിരുന്നു. അവർ രാജിവെച്ചു പോകുമ്പോൾ അവർക്ക് ഇത് സത്യസന്ധമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കോടതിയിൽ പറ്റുന്നില്ല എന്ന പരാതിയാണ് അന്ന് അവർ ഉന്നയിച്ചത്. ഏറ്റവും ഒടുവിലാണ് അഡ്വക്കേറ്റ് അജകുമാർ ഈ കേസിന്റെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി എത്തുന്നത്. ഇപ്പോൾ അജകുമാറാണ് ഈ കേസ് പ്രോസിക്യൂഷനും ഒപ്പം അന്വേഷണ സംഘവും നയിച്ച് മുന്നോട്ട് പോകുന്നത്. അതിനിടയിലാണ് ഇന്ന് അതിജീവിതയുടെ അഭിഭാഷക അഡ്വക്കേറ്റ് TB മിനി ഇത്തരം ഒരു ഹർജി നൽകിയിരിക്കുന്നത്. ഏതായാലും ഈ ഹർജിയിൽ കോടതി, വിചാരണ കോടതി ജഡ്ജ് ഹണിയം വർഗീസ് എടുക്കുന്ന തീരുമാനം നിർണായകമായിരിക്കും. സാധാരണ ഈ ആക്രമിക്കപ്പെട്ട സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ, ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ അടച്ചിട്ട കോടതിയിൽ നടത്തണം എന്നതാണ് സുപ്രീം കോടതിയുടെ മാനദണ്ഡം. പക്ഷേ അതിജീവിതമാർക്ക് ഈ കാര്യത്തിൽ നിലപാടെടുക്കാൻ കഴിയും എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഈ കേസിന്റെ അന്തിമവാദം, ഏറ്റവും വാശിയേറിയ അല്ലെങ്കിൽ വാദപ്രതിവാദങ്ങൾ നടക്കുന്ന ഈ ഘട്ടത്തിൽ ഈ കോടതിയിൽ തുറന്ന വാദപ്രതിവാദങ്ങൾ നടത്തണം. താൻ ആക്രമിക്കപ്പെട്ടത്, തന്നെ ക്രൂരമായി വേട്ടയാടിയത് ആരാണെന്ന്, ഏതു തരത്തിലുള്ള വേട്ടയാടലാണ് നടന്നതെന്ന് പൊതുസമൂഹം അറിയട്ടെ എന്ന നിലപാടിലേക്ക് അതിജീവിത എത്തുന്നു എന്നതാണ്. ഓപ്പൺ കോർട്ടിലാണ്, തുറന്ന കോടതിയിലാണ് ഇനി ഈ അന്തിമവാദം കേൾക്കുന്നതെങ്കിൽ നമ്മളടക്കമുള്ള മാധ്യമ പ്രവർത്തകർക്ക് ആ വാദത്തിന്റെ ഓരോ വിശദാംശങ്ങളും മാധ്യമങ്ങളിലൂടെ പ്രേക്ഷകരെ അറിയിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഒരു പ്രത്യേകത. എന്നാൽ അത് പ്രതിഭാഗം നിശ്ചയമായും അത് എതിർക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതിജീവിതയുടെ പേരിലായിരിക്കും ആ അർത്ഥത്തിൽ തുറന്ന കോടതിയിൽ വാദം നടക്കണം എന്നുള്ളൊരാവശ്യത്തെ കോടതി എതിർക്കാൻ പോകുന്നത്, അഥവാ കോടതി അംഗീകരിക്കാതിരിക്കാൻ പോകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സുപ്രീം കോടതി ഉത്തരവുമുണ്ട്, ഇത്തരം കേസുകൾ അടച്ചിട്ട കോടതികളിലാണ് നടത്തേണ്ടത് എന്നുള്ളതാണ്, ക്ലോസ്ഡ് കോർട്ടുകളിൽ നടത്തണം എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ അതിജീവിത ഇങ്ങനെ നിലപാടെടുക്കുമ്പോൾ ജഡ്ജിയുടെ നിലപാട് വളരെ നിർണായകമാണ്. വിചാരണ പൂർണ്ണമായിട്ടും കഴിഞ്ഞിരിക്കുന്നു. ഇനി മറ്റ് വിചാരണകളോ വിസ്തരിക്കലുകളോ ഒന്നുമില്ല, വാദങ്ങൾ മാത്രമാണുള്ളത്. അതുകൊണ്ട് രഹസ്യമോ അല്ലെങ്കിൽ സ്വകാര്യതയോ ഹനിക്കപ്പെടുന്നു എന്നൊരു വിഷയമില്ല എന്നല്ലേ നടിയുടെ അഭിഭാഷക കൊടുത്തിരിക്കുന്ന ഹർജിയിൽ പറയുന്നത്? അരുൺകുമാർ, സംശയമില്ല. കാരണം ഒരു കാരണവശാലും നടിയുടെ, ആക്രമിക്കപ്പെട്ട നടിയുടെ സ്വകാര്യത ഹനിക്കപ്പെടില്ല. അത് മാത്രവുമല്ല, ഇനി ഈ വിവരങ്ങൾ പുറത്തുവരുന്നത് ആ കേസിനെ സ്വാധീനിക്കാൻ, ഏതെങ്കിലും തരത്തിൽ കേസിന്റെ വിധിയെ സ്വാധീനിക്കാനുള്ള സാധ്യതയുമില്ല.
അതുകൊണ്ട് തന്നെ ഇനി തുറന്ന കോടതിയിൽ വാദം നടക്കണം. അങ്ങനെ വാദം നടക്കേണ്ടതിന്റെ ആവശ്യകതയായി ചൂണ്ടിക്കാട്ടുന്നതും എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് എന്ന് പൊതുസമൂഹം അറിയട്ടെ. നേരത്തെ തന്നെ സമാനമായ നിലപാട് അതിജീവിതക്കുണ്ടായിരുന്നു. പക്ഷേ അതിന് സുപ്രീം കോടതിയുടെ ചില മാനദണ്ഡങ്ങൾ തടസ്സമായതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ഒരു നിലപാടെടുത്ത് പോകാതിരുന്നത്. പക്ഷേ ഇനിയും വൈകിക്കൂടാ എന്ന നിലയിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരുപക്ഷെ സാധാരണഗതിയിൽ ഇങ്ങനെ ആക്രമിക്കപ്പെടുന്നവർക്ക് ഇരുട്ടുമുറിയിൽ അടച്ചിട്ട മുറിയിൽ കഴിയുകയും വേട്ടയാടിയവർ വേട്ടക്കാർ അവർ തുറന്ന ഇടങ്ങളിൽ ഈ വേട്ടയാടപ്പെട്ടവരെ വീണ്ടും അതിക്രമിക്കുന്ന രീതിയിൽ അവരെ അപമാനിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതുമാണ് പതിവ്. ആ പതിവ് വ്യത്യസ്തമാകുന്ന അങ്ങനെ അല്ല പോകേണ്ടത് എന്ന് ഉറക്കെ പറഞ്ഞത് ഒരു പക്ഷേ ചരിത്രത്തിൽ ആദ്യമായി അതിജീവിത ഈ നടി മാത്രമായിരിക്കും എന്ന് പറയേണ്ടി വരും. അന്ന് ബർക്കാദത്തിന്റെ സോഷ്യൽ മീഡിയ ചാനലിലൂടെ തുറന്നു പറഞ്ഞപ്പോൾ ഒരുപക്ഷെ രാജ്യം തന്നെ ഞെട്ടിപ്പോയിരുന്നു. ഇത്രയുമേറെ പീഡനങ്ങൾ ഏറ്റുവാങ്ങി, അതും ഈ ഒരു സംഭവത്തിന് ശേഷം സാമൂഹ്യ മാധ്യമത്തിലൂടെ ഉണ്ടായ വേട്ടയാടലുകൾ 5 വർഷമാണ് ആ ഒരു നടിക്ക് നഷ്ടമായത്. അവർ ഈ പൊതുരംഗത്ത് നിന്ന് മാറിയിരിക്കുന്നു, സിനിമ നഷ്ടപ്പെടുന്നു, സിനിമകൾ ലഭിക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾ എതിരാളികളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു, വേട്ടയാടിയവർ തന്നെ അതിന് നേതൃത്വം നൽകുന്നു എന്നൊക്കെ അവർ തുറന്നു പറഞ്ഞപ്പോൾ കേരളം മാത്രമല്ല രാജ്യം തന്നെ ഞെട്ടുന്ന ഒരു സാഹചര്യമായിരുന്നു. ആ സാഹചര്യത്തിൽ നിന്നും മാറാൻ എന്തായാലും ഇത് അന്നത്തെ ആ ഒരു തുറന്നു പറച്ചിലും താൻ ഇരയല്ല അതിജീവിതയെന്ന് ഉറക്കെ പറയാനുണ്ടായ കാരണം കൊണ്ട് എത്രയോ പേർക്ക് ആത്മവിശ്വാസം ലഭിച്ചു എന്നതാണ് പ്രധാനപ്പെട്ടത്. അതുപോലെ ഇങ്ങനെ ആക്രമിക്കപ്പെടുന്നവർക്ക് ആത്മവിശ്വാസം പകരുന്ന രീതിയിലുള്ള അടുത്ത ഒരു നീക്കമാണിപ്പോൾ നടിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. Okay, thank you.